ഈ പടത്തിൽ വേഷം വേണമെങ്കിൽ, അപ്പോൾ അഭിനയിക്കാൻ ആഗ്രഹിച്ച് നടക്കുന്ന ആളാണല്ലോ, മദ്രാസിൽ നിന്ന് വിളിച്ചു വരുത്തി ഈ പടത്തിൽ വേഷം വേണമെങ്കിൽ മര്യാദയ്ക്ക് എഴുതിക്കോണം എന്ന് പറഞ്ഞിട്ടാണ് ശ്രീനിവാസനെ കൊണ്ട് എഴുതിച്ചതെന്ന് പ്രിയൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. പ്രിയൻ്റെ ഓടരുതമ്മാവ അറിയ എന്ന രണ്ടാമത്തെ സിനിമ, ഉച്ചയ്ക്ക് ഒരു മൂക്കൂത്തി കഴിഞ്ഞ് ഓടരുതമ്മാവ എന്ന സിനിമയിൽ അഭിനയിക്കാൻ ശ്രീനിവാസൻ വരികയാണ്. ശ്രീനിവാസൻ അതിനുമ്പോൾ മണിമുഴക്കം എന്നൊരു സിനിമയിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അന്ന് എൻ്റെ വല്യച്ഛൻ അവാർഡ് കമ്മിറ്റിയിൽ അംഗമായിരുന്നു. ഞാനത് വളരെ ശരിയാണ്. അപ്പോൾ ആ സിനിമ കാണാൻ റിവ്യൂ ചെയ്യാൻ വേണ്ടി പോകുന്ന ദിവസം എന്നെയും കൂടെ കൊണ്ടുപോയി. ഞാനൊരു തിയേറ്ററിൻ്റെ ടാഗോർ തിയേറ്ററിൻ്റെ ഒരു മൂലയിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ശ്രീനിവാസൻ എന്ന നടനെ അന്ന് കാണുന്നത്, ഒരു നടനാകാനുള്ള യാതൊരു, നമ്മുടെ നടൻ എന്ന് പറയുന്ന അന്ന് വരെ കേട്ടിട്ടുള്ള സങ്കല്പത്തിലെ നസീർ സാറും മധു സാറും അങ്ങനെ സുന്ദരന്മാരായ ആളുകളുടെ ഇടയിൽ ഒരാൾ നടനാകാൻ, ഇങ്ങനെ ഒരാൾ നടനാകാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. പക്ഷെ അത്തരത്തിലൊരു ഓഫ് ബീറ്റ് സിനിമ ആയതുകൊണ്ട് നമുക്കതിനകത്ത് ഒരു അത്ഭുതം തോന്നി. അത്തരം എല്ലാ കഥാപാത്രങ്ങളും അങ്ങനെ ഒരു വലിയ മേക്കപ്പോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ ഒരു പ്രത്യേക മൂഡിലുള്ള സിനിമയാണ്. അപ്പം അത് ആയിരിക്കാം എന്ന് കരുതി. പക്ഷെ അപ്പോൾ തന്നെ ചെറിയ ചെറിയ വേഷങ്ങൾ അഭിനയിക്കുമ്പോൾ ആൾക്കാർക്ക് ഈ ശ്രീനിവാസൻ എന്ന് പറഞ്ഞ ആളെ നാട്ടിൻപുറത്തൊക്കെ, നമ്മുടെ നാട്ടിൽ കൊട്ടാരക്കരയൊക്കെ ചില പടങ്ങളിലൊക്കെ ശ്രീനിവാസൻ വരുമ്പോൾ ഇഷ്ടപ്പെടാറുണ്ട്. എന്തുകൊണ്ടാണെന്നല്ല, ആ സുന്ദരനൊന്നും അല്ലെങ്കിലും ഇഷ്ടപ്പെടാറുണ്ട്. അങ്ങനെ ഇഷ്ടപ്പെടുന്ന പലരെയും ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പ്രിയൻ പരിചയപ്പെടുന്നത് ശ്രീനിവാസൻ എന്ന്. അഭിനയിക്കാൻ വന്നതാണെന്നാണ് എനിക്ക് ആദ്യം മനസ്സിലായത്. പിന്നീട് എനിക്ക് മനസ്സിലായി 2 ദിവസം കഴിഞ്ഞപ്പം തിരക്കഥ ഇദ്ദേഹത്തിൻ്റെ തലയിൽ വെച്ചിരിക്കുകയാണ്. അപ്പോൾ രാവിലെ അമൃത ഹോട്ടലിലാണ് താമസിക്കുന്നത്. അപ്പോൾ പലപ്പോഴും രാവിലെ അങ്ങനെ കോളേജിലൊക്കെ പോയി കറങ്ങി തിരിഞ്ഞ് ഞാൻ, അന്ന് സിനിമ അഭിനയമൊന്നുമില്ല, സിനിമ അഭിനയിക്കാൻ പേടിയാണ്, എനിക്കൊരു താല്പര്യമില്ല. എന്നോട് പ്രിയം പറയും, നീ ആ പാർട്ടിയുടെ സൈഡിലോട്ട് നിൽക്കുന്നൊക്കെ പറയും. ഞാൻ ഓടിക്കളയും, കാരണം ക്യാമറയുടെ മുമ്പിലേക്ക് വരില്ല. അപ്പം ഞാൻ ഈ ശനിയേട്ടൻ്റെ റൂമിൽ ചെല്ലും, അമൃതയിൽ ചെല്ലുമ്പം ഒരു വെള്ള മുണ്ട്, കൈലി മുണ്ട് കൊടുത്തിട്ട് അവിടെ ഇരിക്കുകയാണ്. അവിടെ അങ്ങോട്ട് നടന്നിട്ട് രാവിലെ പ്രിയം വിളിച്ചുകൊണ്ടിരിക്കണം, ഒരു സീൻ എഴുതി തീർത്ത് പോന്ന് കൊടുത്തയച്ചിട്ട് അവസാനം ഒരു ഫിനിഷിംഗ് വർക്ക് ചെയ്തിട്ട്, അപ്പോൾ ടാക്സി താഴെ നിൽക്കുകയാണ്. സുരേഷ് കുമാറാണ് പ്രൊഡ്യൂസർ. വണ്ടി വന്ന് താഴെ പ്രൊഡക്ഷൻ വണ്ടി വന്ന് നിൽപ്പുണ്ട്, ഒരു അംബാസഡർ കാർ. ആ ഡ്രൈവറെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഡ്രൈവറെ ഇങ്ങോട്ട് വിളിക്കും, ഇതങ്ങ് കൊടുക്കും, കഥ എന്നിട്ട് പുള്ളി അവിടെ ഇരുന്ന് ഒരു സിഗരറ്റൊക്കെ വലിച്ച് അമൃത അങ്ങനെ ഇരിക്കും. അപ്പോഴാണ് പറയുന്നത്, അങ്ങനെ പറഞ്ഞ് പിന്നെ പറയും, ജനറേറ്റർ ഓടുന്ന സൗണ്ട് കേട്ടാലേ എനിക്ക് എഴുതാൻ പറ്റത്തുള്ളൂ എന്ന് പറയും. പ്രിയൻ അങ്ങനെയാണ് കൊടുക്കുന്നത്. ഐഡിയ പ്രിയൻ്റെ ഉണ്ടെങ്കിൽ രാവിലെ ശനി ഇന്ന സീനാണ് എടുക്കുന്നത്, ഇതങ്ങ് എഴുതിക്കുമെന്ന് പറയും. അപ്പോൾ പ്രിയൻ തന്നെ പറഞ്ഞൊരു തമാശയുണ്ട്, ഈ പടത്തിൽ വേഷം വേണമെങ്കിൽ, അപ്പോൾ അഭിനയിക്കാൻ ആഗ്രഹിച്ച് നടക്കുന്ന ആളാണല്ലോ, മദ്രാസിൽ നിന്ന് വിളിച്ചു വരുത്തി ഈ പടത്തിൽ വേഷം വേണമെങ്കിൽ മര്യാദയ്ക്ക് എഴുതിക്കോണം എന്ന് പറഞ്ഞിട്ടാണ് ശ്രീനിവാസനെ കൊണ്ട് എഴുതിച്ചതെന്ന് പ്രിയൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പുള്ളി എല്ലാ കാലത്തും എനിക്ക് തോന്നിയിട്ടുള്ളൊരു പ്രത്യേകത എന്ന് പറയുന്നത് അറിയാം, നമ്മൾ രണ്ട് തരം രാഷ്ട്രീയ സിനിമകൾ എഴുതാറുണ്ട്. നമുക്കറിയാം, ഇപ്പം ടി ദാമോദരൻ മാസ്റ്റർ, അദ്ദേഹം മലയാള സിനിമയിലെ പക്ക രാഷ്ട്രീയ സിനിമ പറഞ്ഞു. കാരണം അദ്ദേഹത്തിൻ്റെ 80-കൾക്ക് മുമ്പ് ഇറങ്ങിയ പട സിനിമ ഉണ്ട്, ഇനിയെങ്കിലും എന്നൊരു സിനിമയുണ്ട്. ആ സിനിമ യൂട്യൂബിലുണ്ട്, നിങ്ങൾ കാണണം. നമ്മുടെ നാട് മാറിയിട്ടേ ഇല്ല. 10-45 കൊല്ലം കഴിഞ്ഞിട്ടും നമ്മൾ മാലിന്യം വലിച്ചെറിയുന്ന കാര്യത്തിലും അങ്ങനെയുള്ള നമ്മുടെ കുഴപ്പങ്ങളുണ്ടല്ലോ, ഈ കുഴപ്പങ്ങൾ ചൂണ്ടിക്കാണിച്ചൊരു സിനിമയാണ് ഇനിയെങ്കിലും. ഈ നാട്ടിൽ നിന്ന് കുറേ ആളുകൾ ജപ്പാനിൽ പോയിട്ട് തിരിച്ചു വരുന്നതാണ് എൻ്റെ കാണാം. അപ്പോൾ ജപ്പാനിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ തിരുത്തി കളയാം എന്ന് അവർ തീരുമാനിക്കുകയാണ്. പക്ഷെ തിരുത്താൻ പറ്റില്ല, കാരണം നമ്മുടെ ആളുകളെ അന്ന് ചൂണ്ടിക്കാണിക്കുന്ന എല്ലാ തൊഴിൽ സമരങ്ങളും എല്ലാം ഉണ്ട്. ഈ നാട് എന്ന സിനിമയുണ്ട്, ചാണകം തലയിൽ കയറ്റിയിട്ട് ഒരു കർഷകൻ നടന്നു വരും. അപ്പോൾ ഇതെന്താ തലയിലെന്ന് ചോദിക്കാൻ പറയും, ഇത് വളം ചാണകം വയലിലിടാൻ പറ്റില്ല, ഇത് ചുമട്ടുകാരുടെ ജോലിയാണ്, താഴെ ഇറക്ക് എന്ന് പറയുന്ന അവിടെ നിന്ന് നമ്മളിപ്പോഴും മാറിയിട്ടില്ല. അപ്പോൾ ഇത്തരം പച്ചയായ ശക്തമായ രാഷ്ട്രീയം പറഞ്ഞ സിനിമകളുണ്ട്. അതുപോലെ രഞ്ജി പണിക്കർ ആ രാഷ്ട്രീയത്തിൽ ആഞ്ഞടിച്ച സിനിമകളുണ്ട്, ഇങ്ങനെ സംഭാഷണത്തിലൂടെയൊക്കെ ഇങ്ങനെ ഡയറക്റ്റായിട്ട് അറ്റാക്ക് ചെയ്തത്. പക്ഷേ ശ്രീനിവാസൻ എന്ന രാഷ്ട്രീയ എഴുത്തുകാരൻ, ശ്രീനിവാസൻ്റെ എല്ലാ സിനിമയ്ക്കും ഒരു രാഷ്ട്രീയമുണ്ട്, ഒരു സാമൂഹിക പ്രതിബദ്ധതയുണ്ട്. ആ പ്രതിബദ്ധത കുടുംബ കഥകളിലൂടെയും വീട്ടിലെ രംഗങ്ങളിലൂടെയും. ഇപ്പോൾ ഇവിടെ നമ്മളൊരു സീൻ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു, തിലകൻ ചേട്ടൻ പുറമെ വന്ന് മോനെ എന്ന് വിളിക്കുമ്പോൾ അനക്കം കേട്ടൊരു ചാടി എണ്ണിച്ചിട്ട്, അയ്യോ ഞാൻ വിചാരിച്ചു ഏതോ മൂർഷ മുതലാളിയാണ് വന്നതെന്ന് വിചാരിച്ചു എന്ന് പറയുന്ന ആ ഒരു റിയാക്ഷൻ ഉണ്ടല്ലോ, ഒരു വീട്ടിനകത്താണ്, സമൂഹത്തിലല്ല, ഒരു വീട്ടിനകത്താണ്. അത് കാണുമ്പോൾ നമ്മൾ വല്ലാതെ ഒരു സമൂഹത്തെയാണ്, ആ വീട്ടിൻ്റെ ഉള്ളിൽ ഒരു സമൂഹത്തെ ആവാഹിക്കുകയാണ്. ദീർഘവീക്ഷണമുള്ള രാഷ്ട്രീയ എഴുത്തുകാരനാണ്. കേരളത്തിലെ 2 മുന്നണികളെ കുറിച്ചാണ് ഞാൻ തുറന്നു പറയാൻ കേട്ടോ, രാഷ്ട്രീയമായിട്ട് പറയുന്നതല്ല, ഞാനൊരു മുന്നണിയിലും ഇല്ലാതെ സംസാരിക്കാം. ഇവിടെ ഇപ്പം ഞാൻ കലാകാരനായിട്ടാണ് സംസാരിക്കുന്നത്, മന്ത്രിയായിട്ടല്ല, രാഷ്ട്രീയക്കാരനായിട്ടുമല്ല. ആ സിനിമയിൽ സന്ദേശം എന്ന സിനിമയിൽ 2 പേരാണ്, ഒന്ന് UDF ഒന്ന് LDF ആണ് കാണിക്കുന്നത്, ജയറാമും ശ്രീനിവാസൻ. അങ്ങനെ 2 പക്ഷമാണ് കേരളത്തിൽ, അതിനെ സിംബോളിക്കായിട്ട് കാണിച്ചിരിക്കാൻ. അതിനിടയിൽ ഒരു മൂന്നാമത്തെ ഒരു സാധനം BJP ആണ്. അതിങ്ങനെ വളർന്നു വരുന്നൊരു കാലം. അത് ശ്രീനിവാസൻ മുന്നേ കണ്ടു. ഒരു ചെറിയ പയ്യനാ, അനിയനൊരു പയ്യനുണ്ട്, ഞങ്ങൾ അസ്വസ്ഥരാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ യദുകൃഷ്ണൻ വരുന്നുണ്ട്. അപ്പം അങ്ങനെ കഥാപാത്രത്തിന് ആ സിനിമയിൽ ശരിക്കും ആവശ്യമില്ല, ഒരു അനിയനാകാം. പക്ഷേ അനിയൻ പറയുന്നത് ഞങ്ങൾ അസ്വസ്ഥരാണ്, ഞങ്ങൾ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് വേറൊരു ടീം അവിടെ ഇങ്ങനെ മുളച്ചു വരുന്നു, അവിടെ ചെറുതായിട്ട് മുളച്ചു വരുന്നു എന്നുള്ളത് അന്ന് കണ്ടു എന്നുള്ളതാണ്. അന്ന് ശരിക്കും
എല്ലാ സീറ്റിൽ മത്സരിക്കുകയും അവർ കിട്ടിയ കാശ് കിട്ടാതെ തോക്കുകയും ചെയ്യുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് കാണിക്കുന്നത്. ഇത് ശ്രീനിവാസനെ പോലെ ഒരാളുടെ ദീർഘവീക്ഷണം, അതുപോലെ വരവേൽപ്പ് എന്ന സിനിമ, അദ്ദേഹത്തിൻ്റെ പിതാവ് എന്നോട് പറഞ്ഞിട്ട് ഒരു ബസ് വാങ്ങിച്ചിരുന്നു, അതിൻ്റെ ദുരിതങ്ങൾ മുഴുവൻ അനുഭവിച്ചാണ്. അതാണ് വരവേൽപ്പായി മാറിയത്. ജീവിതത്തിലെ അനുഭവങ്ങൾ, സന്മനസ്സുള്ളവർക്ക് സമാധാനം, വീട് വാടകയ്ക്ക് കൊടുത്തേച്ച് ഒഴിഞ്ഞു കിട്ടാതെ വരുമ്പോൾ ഉള്ള ഗോപാലകൃഷ്ണൻ നായരുടെ ഒരു ബുദ്ധിമുട്ട്, ടി.പി. ബാലഗോപാലിൻ്റെ അമ്മ, നമുക്കറിയാം. അതാ സിനിമ ഒരു സാധാരണ സർക്കാർ ജീവനക്കാരൻ്റെ വീട് എന്നൊരു സ്വപ്നത്തിന് വേണ്ടി ഇറങ്ങണം. അവിടെയാണ് പലരെയും കാണിക്കുന്നുണ്ട്. അമ്മൂമ്മ വീട്ടിലിരുന്നിട്ട് അമ്മേ ദേവി ഇപ്പം വലിയ വലിയ വഴിപാടുകൾ നേരെയാണ്, കൊടുക്കാൻ പൈസ ഇല്ല, വീടൊന്ന് കൂട്ടിമുട്ടിക്കാൻ ഒരു പാവപ്പെട്ട സർക്കാർ ജീവനക്കാരൻ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടിൻ്റെ ഇടയിൽ ഒരു സാധാരണ പ്രൈവറ്റ് കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഒരാൾ, സർക്കാർ ജീവനക്കാരനും അല്ല, ഒരു പ്രൈവറ്റ് കമ്പനിയിൽ ജോലി ചെയ്യുന്ന, ഒരു മാർക്കറ്റിംഗിൽ ജോലി ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരൻ ആ വീടൊന്ന് കൂട്ടി എല്ലാവരെയും സ്നേഹത്തോടെ ഒന്ന് കൂട്ടിമുട്ടിക്കാൻ നോക്കുമ്പോഴാണ് പപ്പുവട്ടൻ വന്ന് പറയേണ്ട ഒരു ബസ് മറിഞ്ഞൊരു വാഴയിൽ തട്ടി നിന്ന് മുത്തശ്ശി എന്ന് വിളിച്ചു. ഈ സൈസ് ആൾക്കാരുണ്ട്.